ശ്രീസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം നമ്മുടെ കുട്ടനാടിൽ നിന്നുള്ള നേരിട്ടുള്ള കല്ലുമേക്കായാണ്. അപ്പോൾ കല്ലുമേക്കായക്കകത്ത് ഞാൻ നേരിട്ട് എന്നാൽ വിചാരിച്ച് കല്ലുമേക്കായൊക്കെ ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് വീഡിയോ ഷൂട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോഴാണ് ആലോചിച്ച് ചിലർക്ക് അന്നിട്ട് കല്ലുമേക്കായ എങ്ങനെ ഇത് വൃത്തിയാക്കേണ്ടതെന്ന് അറിയത്തില്ല ആർക്കും. കല്ലുമേക്കായ ഇപ്പോൾ നേരിട്ട് ഇപ്പോൾ അതിൻ്റെ ചിലർക്കൊക്കെ വൃത്തിയാക്കി എല്ലാം അതിനകത്തെ ആ ഒരു മാംസം മാത്രം ഫ്ലഷി പാർട്ട് കിട്ടാറുണ്ട്, ചിലർക്ക് തോടോടുകൂടി കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എനിക്ക് തോടോട് കൂടിയാണ്. അപ്പോൾ ഞാൻ വരുന്ന പിന്നെ ഇത് വൃത്തിയാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചത് എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. അപ്പോൾ വൃത്തിയാക്കുന്നവർ കാണിച്ച് കുറച്ച് വീട്ടിലിருந்து കൂടുതൽ വേറൊന്നും കൊണ്ടല്ല, വൃത്തിയാക്കുന്നത് കാണിക്കുന്നതുകൊണ്ടാണ്. ഈ സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വേസ്റ്റ് കളയണം. പുറമേ ഒരു വേസ്റ്റ് ഉണ്ടാവും, അതിനകത്താണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഉണ്ടാവും. രണ്ടും കളയണം ഇതുപോലെ. എന്നിട്ട് വേണം നമുക്ക് ഈ കല്ലുമേക്കായ ക്ലീൻ ചെയ്ത് കല്ലുമേക്കായ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കല്ലുമേക്കായ. ഇതിപ്പോൾ കണ്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ചെടിയോ അതിൻ്റെ കിഴങ്ങോ കായോ എന്തോ പോലൊക്കെ അല്ലേ തോന്നുന്നത്. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ, സാധാ കക്കണക്കല്ല. ഇത്രയൊന്നും തുറന്നിട്ട് പോലും ഒരു നിവൃത്തിയില്ല, തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഈ കക്കയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ചൂടാക്കണം. നല്ല വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കണം. അത് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇതിൻ്റെ കൃഷി എങ്ങനെയാണ്, ഇത് അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറമേ ഉണ്ടാകുന്ന ചെടികളാണ് ഇത്. അപ്പോൾ നമുക്കിതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് പുഴുങ്ങിയെടുക്കണം. ഒരു മിനിമം ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തിളപ്പിച്ചെടുക്കാൻ പോവാം. ഇതിപ്പോൾ കണ്ടില്ല, ഇതാണ് പരുവം. ഇതാണ് കല്ലുമേക്കായുടെ അകത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലൊരു പീസ് നന്നായിട്ട് കാണിക്കാമെന്ന് വെച്ചാൽ അതിനകത്ത് ക്ലീൻ ചെയ്യുന്ന കാണിക്കണം. ഇതിനകത്ത് 2 തരം വേസ്റ്റ് ഉണ്ട്, നന്നായിട്ട് പൊള്ളുന്നുണ്ട്, അത് തൊടാൻ പറ്റുന്നില്ല. ഒന്നില്ലേ നന്നായിട്ട് കയറി നല്ലോണം നോക്കട്ടെ ഏതെടുക്കാൻ പറ്റിയാന്ന്. ഇതിനകത്ത് ക്ലീൻ ചെയ്തിട്ടാണെന്നുകൊണ്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഫസ്റ്റ് കാണിച്ചത്, ഇതിനകത്ത് ഒരു തരം കയർ പോലൊരു പോർഷനുണ്ട് പുറമേ കാണും, അതും കളഞ്ഞിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ലേ, ഈ ഓപ്പൺ ആക്കി വെച്ച് ഇതിനകത്ത് ഇതല്ലേ പുറമേ ആ കാണുന്ന അവിടെ കയർ പോലത്തെ അതും കളഞ്ഞിട്ട് അതിനകത്തൊരു പേസ്റ്റ് ഇതും കളഞ്ഞാൽ കക്കാറച്ചിക്കകത്തൊരു വീഡിയോ കാണിച്ച് ഓർക്കുന്നില്ലേ നിങ്ങൾ, കക്കാറച്ചി കൊണ്ടുള്ള തോരൻ, അതുപോലെ ക്ലീൻ ചെയ്യണം. ഈ പോർഷനും കളയണം. ഇതിപ്പോൾ ഒരു സെക്ഷൻ ആൾക്കാർ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. ഇത്രയും കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഇവരിവിടുന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇത് ക്ലീൻ ചെയ്ത് കിട്ടട്ടെ നമുക്ക്. ഇവിടെ ഇപ്പോൾ കല്ലുമേക്കായ ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെ കല്ലുമേക്കായ വൃത്തിയാക്കണേന്ന്. ഇപ്പോൾ വൃത്തിയാക്കി ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്നാണ് വൃത്തിയാക്കുമായിരുന്നു. വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എടുത്ത് ഇപ്പോൾ വെച്ചിരിക്കണതാണ്. ഇത് ഇപ്പോഴത്തേക്ക് ഇതിപ്പോഴത്തേക്ക് ഇതുകൊണ്ട് എങ്ങനെ മസാല ഉണ്ടാക്കുന്നത്, കല്ലുമേക്കായ മസാല ചെയ്യണം എങ്ങനെ ഞാൻ കാണിക്കാൻ പോകുന്നു. ഒഴിക്കും അത് നമുക്കപ്പോഴത്തേക്ക് ഇപ്പം മസാലയ്ക്കായിട്ടില്ല. ആദ്യം തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ കല്ലുമേക്കായ ഇപ്പോൾ ഇത് പുഴുങ്ങി വന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നുകൂടെ വെന്ത് വരണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇപ്പോൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാനിനകത്തോട്ട് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കല്ലുമേക്കായ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഉപ്പും പിന്നാന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി, നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. അത് നമുക്ക് ഇട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റോളം വെന്ത് വരണം നന്നായിട്ട്. ഞാനിപ്പോൾ തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ കണ്ടില്ലാത്ത വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കണം. ഇത് മസാലയ്ക്കായിട്ട് ഇപ്പോൾ ഒരു ചട്ടിയിലോട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചത് ഹീറ്റായ നേരത്ത് ഞാൻ പെരിഞ്ചീരകം ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയല്ലേ കുറച്ച് കൂടുതൽ വേണം ചേർക്കാം മസാല ടേസ്റ്റ് അനുസരിച്ച്. സബോളയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു സബോള നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ കല്ലുമേക്കായ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സബോള വരെ ചേർക്കാൻ പറ്റും. പക്ഷേ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഓൾറെഡി ഇതിനൊരു മധുരം ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ഓൾറെഡി ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അപ്പുറത്ത് നന്നായിട്ട് അത് വേവിച്ച് വെച്ചതിന് ഉപ്പുണ്ട്, അത് കണക്കാക്കി വേണം ചേർക്കാൻ, അല്ലാതെ ചേർത്താൽ ശരിയാകത്തില്ല. അപ്പം നന്നായിട്ട് സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഒരു 3 നല്ല എരിവുള്ള പച്ചമുളക് വട്ടത്തിൽ കണ്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് മസാലയ്ക്കായിട്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് സിമ്പിളാണ് നമ്മുടെ ഈ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അധികം സാധനങ്ങളൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എപ്പോഴും പറയുന്നത് അതേ എൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ്, അതേ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളി അരച്ചെടുത്തതായത്.
നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നിടം വരെ, ആ പച്ച മണം വരുമല്ലോ, മാറുന്നിടം വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നന്നായി. എല്ലാം ഇപ്പോഴത്തേക്ക് നന്നായിട്ട് വഴന്ന് വന്നതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി. ഇപ്പോൾ 1/2 ടീസ്പൂൺ. കുത്തൽ ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ എന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എരിവിന് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തത്. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്താണ് ഇവിടെ. ഇതിപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിനകത്ത് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഞാനിപ്പോൾ അതുകൊണ്ടാണ് സബോള ഗ്രേവിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂണേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുവാണ്. ഇത് തനിയെ നമ്മുടെ നാടൻ സ്റ്റൈലാണ്. ഇത് കല്ലുമേക്കായ കിട്ടിക്കഴിഞ്ഞാൽ പലർക്ക് ചെയ്യാനറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തത്. കുരുമുളക് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ചേർക്കണം. ഇപ്പോൾ ഒരല്പം ചേർത്തതേ ഉള്ളൂ. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് നമ്മളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുമേക്കായ ചേർക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ. ഇനി കല്ലുമേക്കായ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കാവുന്നു. ഇത് നമ്മൾ ആ നേരത്തെ വേവിച്ച് വെച്ച കല്ലുമേക്കായാണ് ഇത്. അപ്പോൾ ഇതിപ്പോഴത്തേക്ക് നന്നായിട്ട് ചേർത്തത് എല്ലായിടത്തോട്ടും ഇതിനകത്തായിട്ട് ആ മസാല ഗ്രേവി എല്ലായിടവും നന്നായിട്ട് പെരളണം. അപ്പോൾ അതിന് വേണ്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക തന്നെ വേണം. ആദ്യം നന്നായിട്ട് ഇപ്പോൾ എല്ലായിടത്തോട്ടും ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണമെന്ന്. അതായത് വെന്തതാണ്. ഇനിയിപ്പം മസാല പിടിക്കാനെന്ന് ആ ഒരു ആവിയിലിരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തോണം. അധികം വേണ്ട, നമുക്കൊരു 3 മിനിറ്റൊക്കെ തന്നെ ധാരാളമാണ്. ഇതൊക്കെ മസാലയൊക്കെ പുരട്ടിയത് ഇരുന്ന് വെന്ത കല്ലുമേക്കായാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഞാൻ കറിവേപ്പിലയും പിന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്തുകൊണ്ടാണ് ഗ്യാസേ വെച്ച് ചെയ്യാന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, പൊടി കരിഞ്ഞോ നമുക്ക് കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു റിയൽ ഫ്ലേവർ ഉണ്ടല്ലോ, ഒറിജിനൽ ഫ്ലേവർ കിട്ടാനായിട്ടാണ്. തനി നാടൻ സ്റ്റൈലല്ലേ ഇത്. അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഗ്യാസിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പൊടി ചിലപ്പോൾ കരിഞ്ഞു പോകാൻ, അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിക്ക് പകരം ഇപ്പം ഞാനിവിടെ ചേർത്തത് ചതച്ചതാണ്. ചതച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ നമ്മൾ കല്ലുമേക്കായ മസാല റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഞാൻ കല്ലുമേക്കായായിട്ട് ഒരു അച്ചാർ ചെയ്താൽ ഏറ്റവും ടേസ്റ്റാണ് കല്ലുമേക്കായ അച്ചാർ. അപ്പോൾ എല്ലാവർക്കും അപ്പോഴത്തേക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് കല്ലുമേക്കായ അച്ചാർ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതാണെങ്കിൽ ശ്രീസ് കിച്ചൻ വേഡ് കല്ലുമേക്കായ അച്ചാർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ലുമേക്കായ അച്ചാറിൻ്റെ ആ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ടേസ്റ്റുള്ള, ലോകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള അച്ചാർ എന്നുള്ള ഒരു ബഹുമതി കിട്ടിയിരിക്കുന്ന കല്ലുമേക്കായ അച്ചാറിന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പറയുവാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്നവർ. അതുപോലെ തന്നെ വീഡിയോ ആരും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണുന്നതിന് വരെ നന്ദി.